സ്വാതി തിരുനാളിന്റെ കാലത്ത് ഹുസൂർ കച്ചേരി തിരുവനന്തപുരത്തേക്ക് മാറ്റണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പിന്നീടാണ് അത് തിരുവിതാംകൂറിന്റെ തലസ്ഥാനത്താക്കിയത്. പക്ഷെ അത് കോട്ടയ്ക്കുള്ളിലേക്കാണ് മാറ്റിയത്. അന്ന് തൊട്ടുകൂടായ്മ നിലവിലുണ്ടായിരുന്നു. അക്കാലത്ത് തൊട്ടുകൂടാത്ത വിഭാഗത്തിന് കോട്ടയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞ് അന്ന് മദ്രാസ് ഹൈക്കോടതിക്ക് നിവേദനവും നൽകിയിരുന്നു. എന്നാൽ കോടതി സെക്രട്ടേറിയറ്റ് ഒരു പൊതു സ്ഥലമായിരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ പങ്കജ് ഹോട്ടൽ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു കച്ചേരി നിർമ്മിച്ചു. ആനകളാൽ ചുറ്റപ്പെട്ട ഒരു ശംഖിന്റെ ചിത്രം അതിൽ കൊത്തിവെച്ചിരുന്നു. അങ്ങനെയാണ് ഹുസൂർ കച്ചേരി ആനക്കച്ചേരിയായി മാറുന്നത്. ഈ പ്രദേശത്ത് ഒരു ചന്തയുണ്ടായിരുന്നു. അതിനാൽ പുത്തൻചന്ത എന്നാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. ഇന്നത്തെ സ്റ്റാച്യു മുതൽ ആയുർവേദ കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വരെയാണ് അന്നത്തെ പുത്തൻചന്തയുണ്ടായിരുന്നത്. തിരുവനന്തപുരത്തെ ആദ്യത്തെ പ്രതിമയായ മാധവറാവുവിന്റെ പ്രതിമ ഇപ്പോഴത്തെ സ്റ്റാച്യുവിൽ സ്ഥാപിക്കപ്പെട്ടപ്പോൾ വില്യം ബാർട്ടൺ താമസിച്ചിരുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ പേരാണ് നൽകിയത്, ബാർട്ടൺ ഹിൽ. കെട്ടിടത്തിന് മണലെടുത്ത സ്ഥലം ചെങ്കൽച്ചൂള എന്നും അറിയപ്പെട്ടു. അന്ന് നായർ ബ്രിഗേഡിന്റെ ബാരിക്കുകളായിരുന്നു ഇപ്പോൾ സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. സർ മാധവറാവു ആണ് നഗരം വികസിപ്പിക്കണമെങ്കിൽ ഹുസൂർ കച്ചേരി ഒരു പൊതുസ്ഥലമായിരിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് വില്യം ബാർട്ട് സ്ഥലം കണ്ടെത്തുന്നതും ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് വരുന്നത്.